തൃശ്ശൂരിൽ നിന്നും നിയമസഭയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും? ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെങ്ങും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. സുരേഷ് ഗോപി അവിടുന്ന് ജയിക്കുകയും കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു. തൃശ്ശൂരടക്കം അവിടെ 7 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്തും BJPക്ക് മികച്ച ഭൂരിപക്ഷം, ഏതാണ്ട് 10,000 വോട്ടിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഗുരുവായൂർ മാത്രമാണ് BJP 2ാം സ്ഥാനത്തെത്തിപ്പോയത്. ഇവിടെ ഈ തൃശ്ശൂർ അതുകൊണ്ട് തന്നെ BJPക്ക് മുൻപും വളരെ വലിയ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ തവണയും പത്മജ അവിടെ 2ാം സ്ഥാനത്തെത്തി. ഒന്നാമതെത്തിയ CPIയുടെ സ്ഥാനാർത്ഥിയിൽ നിന്ന് ഏതാണ്ട് 3000-ന് താഴെ വോട്ടുകളാണ് പത്മജ വ്യത്യാസമുണ്ടായിരുന്നത്. പത്മജയിൽ നിന്ന് ഏതാണ്ട് 1500 വോട്ട് കുറവായിരുന്നു സുരേഷ് ഗോപിക്ക് അന്ന്. ഈ സാഹചര്യത്തിൽ BJPക്ക് നിയമസഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ആരായിരിക്കും സ്ഥാനാർത്ഥി? എന്തായാലും നിയമത്തെക്കാൾ ഇപ്പോൾ ഏറ്റവും അധികം വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ നിയമം മണ്ഡലം BJPക്ക് പരമ്പരാഗതമായി ശക്തി ഉണ്ടെങ്കിലും പക്ഷേ തൃശ്ശൂരിൽ ഇപ്പോഴും പ്രവർത്തകർ വളരെ വലിയ ആക്റ്റീവിലാണ്. അവിടെ വർക്കുകൾ ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു BJPയുടെ സ്വഭാവം അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനായിരിക്കും കൃത്യമായി പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു അവസ്ഥയുള്ളത്. പക്ഷെ അതെല്ലാം അങ്ങനെയായിരുന്നു. നിയമത്ത് ഇപ്പം പരിശോധിച്ചാലും ചിലപ്പോൾ അങ്ങനെയെല്ലാമാണ്. അല്ല, നിയമത്ത് ഒരു വ്യത്യാസമുള്ളത് കൗൺസിലർമാരുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ല, പക്ഷെ അതുമായി ഇപ്പോൾ തൃശ്ശൂരുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. തൃശ്ശൂരിലെ പ്രവർത്തകർ വളരെ ആവേശത്തിൽ, കാരണം അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. അവർക്ക് വിശ്രമിക്കാൻ സമയമില്ല. അത് വിശ്രമിക്കാൻ സമയം കൊടുക്കാത്തത് പ്രതിപക്ഷ പാർട്ടികളാണ്. ഒരു തവണ പൂരം കലക്കലുമായി പ്രതിഷേധം വരുമ്പോൾ അവർക്ക് എന്തായാലും കൗണ്ടർ പ്രതിഷേധം വെച്ചല്ലേ കഴിയുള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനം നാം കണ്ടതായിരുന്നല്ലോ ഈ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് അവിടെ സമരങ്ങൾ അരങ്ങേറുകയാണ്. തൃശ്ശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തകർ ആക്റ്റീവാണ്. സമരങ്ങൾ നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു, സന്ദർശനങ്ങൾ ഉണ്ടാകുന്നു, വിവാദങ്ങൾ ഉണ്ടാകുന്നു, മാധ്യമങ്ങൾ വരുന്നു, സംഭവങ്ങളാണ്. മറിച്ച് അങ്ങനെ നിയമത്തെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അങ്ങനെ അടിത്തട്ടിൽ നിരന്തരം പ്രവർത്തനം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കളും വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരു എപ്പോഴും പ്രവർത്തകർ ആക്റ്റീവായി നിൽക്കുമ്പോഴല്ലേ പാർട്ടികൾക്കും വിജയസാധ്യത കൂടുതലുള്ളത്. ഈ കോൺഗ്രസിന്റെ പരാജയം എന്താണ്? നേതാക്കളില്ല. നേതാക്കൾ മണികളും കതറുമിട്ട് എപ്പോഴും വേദിയിലിരിക്കും. പുറത്തിറങ്ങി പ്രവർത്തിക്കാനും അടികൊള്ളാനും സമരം ചെയ്യാൻ ആളില്ല. ഇതാണ് കോൺഗ്രസിന്റെ പരാജയം. മറിച്ച് തൃശ്ശൂരിൽ അങ്ങനെയല്ല, മികച്ച രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നേതാക്കൾ തമ്മിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം 4 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്നു കേട്ടത് ഒറ്റ പേരായിരുന്നു, പത്മജ വേണുഗോപാൽ എന്ന ഒറ്റ പേരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇരട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ 4 ആയിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഉയർന്നു കേട്ടത് MD രമേശാണ്. പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടു. ഏറ്റവും അവസാനം ഇപ്പോൾ കേൾക്കുന്നത് K സുരേന്ദ്രനാണ്. K സുരേന്ദ്രൻ അത് തുറന്നു പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി അവിടെ നിന്ന് പ്രവർത്തിക്കുകയും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യവുമായി അവിടെ നിരന്തരം പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പക്ഷേ BJPയിൽ ഈ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത് അവരുടെ ആ സീറ്റിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ. ഇപ്പോൾ പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുകയും വെറും 1000 വോട്ടിനാണ് അവിടെ പരാജയം സംഭവിച്ചത്. അതിനുള്ള കാരണം വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ വോട്ടുകൾ BJPയിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ പത്മജയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി കോൺഗ്രസുകാർ തന്നെ കാലുവാരിയത് കൊണ്ടാണ് അവിടെ പരാജയം സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് പത്മജ BJPയിലേക്ക് എത്തി മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലം ഉറപ്പായി BJPക്ക് ലഭിക്കും. കോൺഗ്രസുകാരെ പോലെ BJPക്കാർ കാലുവാരാറില്ല. അവർ എന്തായാലും ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ പ്രവർത്തിക്കും, വോട്ടും ചെയ്യും. അപ്പോൾ പത്മജ നിൽക്കുമ്പോൾ BJPക്കുള്ള ഗുണം വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും തങ്ങളുടെ പാളയത്തിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. കരുണാകരന്റെ മകളെന്നൊരു പരിഗണന അവിടെ ലഭിക്കും. അങ്ങനെ BJPക്ക് വളക്കൂറുള്ള, പത്മജയ്ക്ക് വളക്കൂറുള്ള ഒരു മണ്ണായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൊണ്ട് 1 വർഷത്തിലധികമായി അതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ മണ്ഡലത്തിന്റെ ഈ പവറും മേനിയും കണ്ടാണ് കൂടുതൽ നേതാക്കൾ അവിടെ ഓടിയെത്തുന്നത്. ഇപ്പോൾ K സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ഒരു കുഴി കുഴിച്ചപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഞാനൊരു വാരിക്കുഴി കുഴിച്ചിരിക്കുകയാണ്, അവിടെ ഒരു ആന വീണിരിക്കുകയാണ്. ആ ആനയായി മാറാൻ സുരേന്ദ്രനെ ഇറങ്ങിത്തിരിച്ചത് എന്താണ്? ആ മണ്ഡലത്തിന്റെ മേന്മ കണ്ടാണ്, അവിടുത്തെ വിജയസാധ്യത കണ്ടാണ്.
ഇതേ ഇപ്പോൾ മഞ്ചേശ്വരം പരിശോധിക്കാം. ഇപ്പോൾ മഞ്ചേശ്വരവും തൃശ്ശൂരും താരതമ്യം ചെയ്യുകയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തൃശ്ശൂരാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം, അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നത്. മറിച്ച് നിയമസഭ വരുമ്പോഴാണ് ചെറിയ 80 വോട്ടിന് 700 വോട്ടിന് ആ വ്യത്യാസം വരുന്നത്. പക്ഷേ ആ വ്യത്യാസം എന്തായാലും ഈ തൃശ്ശൂരിൽ വരുമ്പോഴേക്ക് ഇതാ ഒരു 10,000 വോട്ടിന്റെ എല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ MD രമേശ് എന്തായാലും ആ സീറ്റ് മോഹിക്കുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ അദ്ദേഹത്തിന് അവിടെ ചുമതല ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത്. പിന്നീട് ഇപ്പോൾ ഉയർന്നു വരുന്ന ശോഭാ സുരേന്ദ്രനാണ്. ഇപ്പോൾ നമുക്കറിയാം കുറച്ച് നാളുകളായി തന്നെ ശോഭാ സുരേന്ദ്രന് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ആലപ്പുഴയിൽ വലിയ മിന്നും വിജയം നേടുകയും ആ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നമുക്ക് 1 മാസമായി പരിശോധിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരാണ്. അതെ, തൃശ്ശൂരിലെ പല സമരങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം ഈ ചിങ്ങ 1 പോലും ശക്തൻ പ്രതിമയ്ക്ക് ഹാരം അർപ്പിക്കാൻ എത്തിയപ്പോൾ സുരേഷ് ഗോപിയോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതെല്ലാം നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ തൃശ്ശൂർ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വലിയ BJPയും അണികളുമെല്ലാം മുൻകാലങ്ങളെക്കാൾ വലിയ പ്രതീക്ഷയിലാണ്. തങ്ങൾക്ക് സീറ്റ് നേടാൻ കഴിയും, വിജയങ്ങൾ കൊയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഈ നേതാക്കളുടെ ഈ പ്രശ്നങ്ങൾ വലിയ തിരിച്ചടിയായിരിക്കും ചിലപ്പോൾ BJPക്ക് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ജനങ്ങളുടെ ഒരു അയിത്തം മാറിയിട്ടുണ്ട്. അയിത്തം മാറിയത് കൊണ്ട് തന്നെ പണ്ട് നമുക്ക് പറയാം, വർഷങ്ങൾക്ക് മുൻപ് നല്ല സ്ഥാനാർത്ഥിയെ, അത് ഒന്നും വേണ്ട, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 2019 തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഒരു മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ ജനങ്ങൾ അംഗീകരിച്ചില്ല. ജനങ്ങൾ അന്ന് പറഞ്ഞത് എന്താണ്? സുരേഷ് ഗോപി മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ, CPM-ലോ കോൺഗ്രസിലോ ആയിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു. അത് തന്നെയാണ് 2021 പറയുന്നത്. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്, പാവങ്ങളോടൊപ്പം നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം BJPയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞവർ 2024 തെരഞ്ഞെടുപ്പായപ്പോൾ മാറ്റി പറയുകയാണ്. അവർക്ക് അയിത്തം മാറി വലിയ രീതിയിൽ തന്നെ അവർ BJPക്ക് വോട്ട് ചെയ്ത് അവിടെ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ മണ്ഡലത്തിലെ പല ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും ചിലപ്പോൾ 1-ാം സ്ഥാനം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വോട്ട് വർധന ഉണ്ടായി. വോട്ട് വർധന എങ്ങനെ ഉണ്ടായി? അത് പലരും തന്നെ പറഞ്ഞിട്ടുണ്ട്. പല കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ തന്നെ പറയുകയാണ്, ഈ മുസ്ലിങ്ങളുടെ വീടുകളിൽ ഉൾപ്പെടെ സ്ത്രീകളെല്ലാം വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടായി. അങ്ങനെയുള്ളൊരു മണ്ഡലം കളഞ്ഞു കുളിക്കാൻ ശ്രമിക്കാതെ കൃത്യമായി മുന്നോട്ട് പോയാൽ എന്തായാലും BJPക്ക് ആ മണ്ഡലം നേടാൻ കഴിയും. പക്ഷെ അതൊന്നും BJP നേതൃത്വം തിരിച്ചറിയുന്നില്ല. അവർ ഈ തമ്മിൽ തല്ലും, അതോടൊപ്പം തന്നെ ഈ വിജയപ്രതീക്ഷയുള്ള സീറ്റുകളിൽ അവർ ചില മണ്ഡലങ്ങളിലുണ്ടല്ലോ, ഒരു നേതാവ് ഒരു വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ തന്നെ 3ഉം 4ഉം തവണയായി ഒരു നേതാവ് മത്സരിക്കുകയാണ്. ഈ 3ഉം 4 തവണയാവും പറയുമ്പോൾ 15-20 കൊല്ലമായി മത്സരിക്കുകയാണ്. പുതിയ ചെറുപ്പക്കാർ വരുമ്പോഴേ അവിടെ മാറ്റം ഉണ്ടാകുകയുള്ളൂ. എല്ലാ കാലത്തും രാജഗോപാൽ മത്സരിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. സുരേഷ് ഗോപി വരണം, അതോടൊപ്പം തന്നെ പുതിയ നേതാക്കൾ വരണം. പുതിയ നേതാക്കൾ വരുമ്പോഴേ കൂടുതലായിട്ട് കടന്നു വരണം, എന്നാലേ ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ദേശീയ തലത്തിൽ നാം പരിശോധിച്ച് നോക്കും, ഓരോ വർഷവും യുവ തലമുറയുമായി ബന്ധപ്പെട്ട് പുതിയ നേതാക്കൾ വരികയാണ്. ചിലപ്പോൾ ഈ വർഷം കണ്ട നേതാവായിരിക്കില്ല അടുത്ത വർഷം വരുന്നത്. തേജസ്വി സൂര്യ വരുന്നു, അതോടൊപ്പം തന്നെ അണ്ണാമലൈ വരുന്നു, ഇപ്പോൾ അണ്ണാമലൈ അതിനുശേഷമുള്ള തലമുറയും ഇപ്പൊ അവർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെയാണ് BJP കേന്ദ്രത്തിൽ നടത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കണം. ഈ ഗ്രൂപ്പ് വഴക്കും വിഭാഗീയതയെ മാറ്റിവെച്ച് സ്ഥാനാർത്ഥികളുടെ സ്വാധീനം നോക്കി, അല്ലാതെ ആ മണ്ഡലത്തിൽ BJPക്ക് സ്വാധീനമുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂട്ടത്തോടെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോ ശോഭാ സുരേന്ദ്രൻ അറിയാം, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങളെല്ലാം BJPക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണോ? അല്ലല്ലോ. ഈ ശോഭാ സുരേന്ദ്രൻ പോയിട്ടാണ് അവിടെ വിജയപ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം ഒരു കാലത്ത് BJPക്ക് 3 ലക്ഷം വോട്ട് കിട്ടുമെന്ന് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അവനെ മടല് വെട്ടി അടിക്കണമെന്ന് പറയുകയാണെങ്കിൽ, അല്ലെ? തിരുവനന്തപുരത്ത് 2014 92,000 വോട്ടാണ് അവിടെ നേടിയത്. 2019 ആയപ്പോൾ അത് 2,48,000 ഇപ്പോഴത് 3 ലക്ഷമായി. അല്ല, അത് ശോഭാ സുരേന്ദ്രന്റെ കഴിവാണ്. അതുപോലെയാണ് നേതാക്കൾ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചെത്തി അവിടെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാക്കി മാറ്റണം. ആലപ്പുഴ കഴിഞ്ഞ ഒരു മുൻകാലങ്ങളിൽ A+ മണ്ഡലമല്ല, ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് A+ മണ്ഡലമാണ്.
ആറ്റിങ്ങലും തിരുവനന്തപുരത്തിനോടൊപ്പം പരിഗണിക്കാവുന്ന ഒരു മണ്ഡലമായി ആലപ്പുഴ മാറുകയാണ്. ആ മാറ്റം കൊണ്ടുവരാൻ എല്ലാ നേതാക്കളും ശ്രമിക്കണം. അല്ലാതെ ഏതെങ്കിലും നേതാക്കൾ സുരേഷ് ഗോപി അവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത മണ്ഡലത്തിൽ ഓടിയെത്തി വിജയിച്ച് കയറുന്നത് നല്ല പരിപാടിയല്ല. അത് കോൺഗ്രസ് നേതാക്കളെ പോലെ ആയിരിക്കും. കോൺഗ്രസ് നേതാക്കൾ ഇതുപോലെ ആരെങ്കിലും പണിയെടുക്കുന്ന മണ്ഡലങ്ങളിൽ പോവും, അവിടെ ജയിക്കും, പിന്നീട് അത് ആദ്യത്തേതും അവസാനത്തെ വിജയമായി മാറുന്നതാണ് പതിവ്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണ് നേമത്തുള്ള സീറ്റും കൂടെ നഷ്ടപ്പെട്ടത്. അവൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ സീറ്റ് നമുക്ക് BJP നിലനിർത്താമായിരുന്നു. അത് തിരിച്ചറിഞ്ഞ് ഈ തൃശ്ശൂരിലെ തമ്മിൽ തല്ലിൽ നിന്ന് പുറത്തു വന്നാലേ BJP വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ.